ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗം പെരുമഴയത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മഴ നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് മഴയെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മഴയെക്കുറിച്ച്, ഒരു പ്രളയത്തെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു പ്രളയത്തിൻ്റെ ഓർമ്മയാണ് എന്ത് ചെയ്യുന്നത് എഴുത്തുകാരി ഈ ലേഖനത്തിലൂടെ എന്ത് ചെയ്യുന്നത് പങ്കുവയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രവേശകമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനുബന്ധ വാക്യം തന്നിട്ടുണ്ട്. നിറഞ്ഞാൽ നിൽക്കാനൊരിടമില്ല, കനിഞ്ഞാൽ കാലങ്ങളോളം എന്ന് പറയാണ് അല്ലേ. അപ്പോൾ മഴ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അമിതമായിട്ട് പെയ്ത് നിറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒഴുകിപ്പോകാൻ വഴികളൊന്നും ഇല്ലാതെ വെള്ളം അങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിൽക്കാനൊരിടമില്ലാതായി പോകും അല്ലേ. ഈ കുട്ടി വീട്ടിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന പോലെ നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2018 മഹാപ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഒരുപാട് അല്ലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മളിൽ പലരും അത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ കൂടെ ആയിരിക്കണം അല്ലേ. അപ്പോൾ നിറഞ്ഞാൽ എന്താണ്, നിൽക്കാനൊരിടം ഉണ്ടാവില്ല, നമുക്ക് നിൽക്കാനൊരു സ്ഥലം ഇല്ലാണ്ടായി പോകും നമുക്ക് അല്ലേ. കനിഞ്ഞാൽ എന്താണ്, കാലങ്ങളോളം. ഇനി മഴ കനിഞ്ഞു കഴിഞ്ഞാലോ, നന്നായിട്ട് പെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലേ, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, ഈ പച്ചപ്പും ഹരിതാപൊക്കെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കനിഞ്ഞാൽ കാലങ്ങളോളമാണ് അല്ലെ, കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് മഴ മാറുന്നു. നിറഞ്ഞു കവിഞ്ഞാൽ എന്ത് ചെയ്യണോ, നമ്മളുടെയൊക്കെ ജീവനും ജീവിതത്തിനൊക്കെ ആപത്താവുന്ന രീതിയിലേക്ക് അത് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേവകി നിലയങ്കോടാണ് എഴുതിയിരിക്കുന്നത്. 1928 പൊന്നാനിയിലാണ്, പൊന്നാനിക്ക് അടുത്ത് മൂക്കുതല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, പകരാവൂർ മനയിലാണ് എഴുത്തുകാരി ജനിച്ചിട്ടുള്ളത്. അവരുടെ 75-ാം വയസ്സിലാണ് എഴുത്തുകാരി എഴുത്തുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് സമുദായത്തെക്കുറിച്ചും സമുദായത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അവിടെ അവർ ിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല ഭാഷയിൽ അല്ലേ അവർ തുറന്ന് എഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത്. 75-ാം വയസ്സിലല്ലേ, അത്രയും ലേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത് അവർ എഴുതി തുടങ്ങിയത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൗതുകങ്ങളെക്കുറിച്ച്, വൈചിത്രങ്ങളെക്കുറിച്ച്, ആ സമുദായത്തിൽ ഉള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് അവർ തുറന്ന് എഴുതുകയാണ്. 2023 അവരുടെ 95-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത് അവർ അന്തരിക്കുന്നത്. ഓക്കെ, ഒരുപാട് കൃതികൾ, നഷ്ടബോധങ്ങൾ ഇല്ലാതെ അല്ലെ, ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ, കാലപ്പകർച്ചകൾ തുടങ്ങി ഒരുപാട് കൃതികളൊക്കെ എന്താണ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് പ്രളയം അല്ലേ, അതായത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള അല്ലെ, എന്താ പറയുക, അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു മഹാദുരന്തത്തെക്കുറിച്ചാണ് എന്ത് ചെയ്തത് അവർ പറയുന്നത്. അതുകൂടാതെ 1924 കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രളയത്തെക്കുറിച്ച് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രളയത്തെക്കുറിച്ച് കൂടെ ഈ ഒരു പാഠഭാഗത്തിൽ ലേഖനത്തിൽ എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ്, അവരുടെ ഓർമ്മകളിലൂടെയാണ് അല്ലേ. അതേപോലെ കുറേ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച്, 13-ാം വയസ്സിൽ വിവാഹിതയായതിനെക്കുറിച്ചും അന്ന് നിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ചൊക്കെ എന്താണ് ഈ ഒരു ലേഖനത്തിലൂടെ, പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം അല്ലേ എത്രത്തോളം ഭീകരമായിരുന്നു. അപ്പോൾ ആദ്യം അല്ലേ ശക്തമായൊരു കൊടുങ്കാറ്റോട് കൂടിയാണ്, കാരണം ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അല്ലെ അവർക്ക് അതിനെക്കുറിച്ചുള്ള എന്താ പറയുക എന്തൊക്കെയാണ് അവർ മുൻകരുതൽ എടുക്കേണ്ടതെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ രാത്രി ശക്തമായ കാറ്റായിരുന്നു, കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. അപ്പോൾ വീടിൻ്റെ ജനലും വാതിലുകളൊക്കെ അടച്ചിട്ട് അവർ ആ കാറ്റിനെ എന്താ പറയുക എതിരിട്ടതും അല്ലെ, പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ഇങ്ങനെ വെള്ളം അല്ലെ എന്ത് ചെയ്യാണ്, മുക്കുതല എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. അതൊരു വാങ്മയ ചിത്രമൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടെയാണ് അല്ലേ. അതായത് 3 ഭാഗവും എന്താണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എഴുത്തുകാരിയുടെ ആ ഗ്രാമം, നാട് എന്ന് പറയുന്നത് എന്താണ്, വെള്ളം അല്ലേ. നമ്മുടെ തോണി യാത്രയായിരുന്നു ഏറ്റവും, വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, വള്ളത്തിലൂടെ അല്ലെ തോണി യാത്രയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട യാത്രാ മാർഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വലിയ വീടുകളിലും തറവാടുകളിലൊക്കെ സ്വന്തമായി തോണി ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ സാധനങ്ങൾ വാങ്ങാൻ പോയതും യാത്ര ചെയ്തിരുന്നൊക്കെ തോണിയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിറയെ വെള്ളമായിരുന്നു എഴുത്തുകാരിയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അല്ലെ എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട് അല്ലെ, തമാശയായിട്ട് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് വെള്ളം കയറി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളോളം എന്ത് ചെയ്യാണ്, അവർ ആ ഭീകരതയിൽ കഴിഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു നിവേദനം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാം അല്ലെ, ഒരു എന്താ പറയുക പ്രളയം അല്ലെ നേരിട്ട അനുഭവത്തെക്കുറിച്ചുള്ള എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ, ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ മലയാളം ഫസ്റ്റ് എഴുതിയ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക്. അതേപോലെ MT വാസുദേവൻ നായരുടെ ഒരു കൃതിയെക്കുറിച്ച്, 4 കെട്ട് എന്ന് പറയുന്ന ഒരു കൃതിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൃതിയിലും 1924 നടന്നിട്ടുള്ള അല്ലെ കേരളത്തിലുള്ള 99 വെള്ളപ്പൊക്കം
എന്നറിയപ്പെടുന്ന ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് എന്താണ് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 3 ആഴ്ചയോളം കാലം കേരളത്തിൽ അല്ലെ ഭയങ്കരമായിട്ടുള്ള ഭീകരത വിതച്ചു പോയിട്ടുള്ളൊരു വെള്ളപ്പൊക്കമാണത്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളപ്പൊക്കത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ചും എന്ത് ചെയ്യുക നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്താണ് ഈ പാഠഭാഗം, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള അല്ലെ ചോദ്യഭാഗം കൂടെയാണ്. നിവേദനം പോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രധാനപ്പെട്ട മാതൃക ചോദ്യങ്ങളും സാധ്യതാ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ലൈവുകളിൽ മാരത്തോൺ ലൈവിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.